അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചു പോയവരായി നീ ഗണിക്കരുത്. എന്നാൽ അവർ അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ഉപജീവനം നൽകപ്പെട്ടിരിക്കുന്നു. മഹത്തായ ആശയാദർശം നെഞ്ചിലേറ്റിയതിൻ്റെ പേരിൽ, ജന്മനാടിനു വേണ്ടി ജീവൻ ത്യജിച്ച് രക്തസാക്ഷികളാകുന്നതിൻ്റെ പേരിൽ ആരും വ്യാകുലരാകേണ്ടതില്ല. അവർക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് പരിശുദ്ധ ഖുർആനിലെ ഈ സൂക്തം. സത്യത്തിൻ്റെ മാർഗത്തിൽ പോരാടുന്ന ഫലസ്തീനികൾക്ക് ഖുർആൻ സമാശ്വാസം പകരുന്നത് ഇവിടെയാണ്. അതെ, ഫലസ്തീനികൾ രക്തസാക്ഷിത്വം കൊതിക്കുന്നവരാണ്. അവസാന ശ്വാസം വരെയും ഇസ്രായേൽ ഭീകരതയോട് കലഹിച്ച പോരാട്ടത്തിനൊടുവിൽ ജീവൻ ത്യജിക്കേണ്ടി വന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയും ഫലസ്തീൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു. ഇക്കാലമത്രയും ഇസ്രായേൽ അധിനിവേശത്തോടും ഭീകരതയോടും സന്ധിയില്ലാ സമരം നയിച്ച അവസാന ശ്വാസത്തിലും ഇസ്രായേലിനോട് എതിരേറ്റ ഇസ്മായിൽ ഹനിയ ആരാണ്? ഹമാസിൻ്റെ സഹസ്ഥാപകൻ പരേതനായ ഷെയ്ഖ് അഹമ്മദ് യാസീൻ്റെ അടുത്ത സഹായിയായിരുന്ന ഇസ്മായിൽ ഹനിയയുടെ രാഷ്ട്രീയ പ്രവേശനം പൊടുന്നനെയായിരുന്നു. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചതിനു ശേഷം അസ്കലാൻ നഗരത്തിൽ നിന്ന് പലായനം ചെയ്ത മാതാപിതാക്കൾക്ക് ഗസയിലെ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച കുഞ്ഞാണ് പ്രിയപ്പെട്ട ഇസ്മായിൽ. ഫലസ്തീനികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഏജൻസിയായ UNRWA നടത്തുന്ന സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം. ഗസയിലെ അൽ അസ്ഹർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച അദ്ദേഹം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് സാഹിത്യത്തിൽ ബിരുദം നേടുകയും ചെയ്തു. 1983 യൂണിവേഴ്സിറ്റി പഠനകാലത്താണ് ഹനിയ ഹമാസിൻ്റെ ആദ്യകാല രൂപമായിരുന്ന ഇസ്ലാമിക് സ്റ്റുഡൻറ് ബ്ലോക്കിൽ ചേർന്നത്. അദ്ദേഹം ബിരുദം നേടിയ വർഷം കൃത്യമായി പറഞ്ഞാൽ 1987 ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ ആദ്യ ഇൻതിഫാദയുടെ സമയത്താണ് ഹമാസും സ്ഥാപിതമായത്. അധിനിവേശത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഹനിയയെ ഇസ്രായേൽ അധികൃതർ 18 ദിവസം തടവിലാക്കി. ഒരു വർഷത്തിനു ശേഷം 1988 അദ്ദേഹം വീണ്ടും 6 മാസത്തേക്ക് ജയിലിൽ കിടന്നു. 1989 ഹമാസിൻ്റെ ആളാണെന്ന കുറ്റം ചുമത്തി 3 വർഷം കൂടി ഇസ്രായേൽ ജയിലിലിട്ടു. മോചിതനായ ശേഷം ഇസ്രായേൽ ഹനിയയെ മറ്റ് മുതിർന്ന ഹമാസ് നേതാക്കളോടൊപ്പം തെക്കൻ ലെബനനിലേക്ക് നാടുകടത്തി. അവിടെ അദ്ദേഹം 1 വർഷം ചെലവഴിച്ചു. ഇസ്രായേലും ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും തമ്മിലുള്ള ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ശേഷം അദ്ദേഹം ഗസയിലേക്ക് മടങ്ങി. ഹമാസിൻ്റെ സഹസ്ഥാപകൻ പരേതനായ ഷെയ്ഖ് അഹമ്മദ് യാസീൻ്റെ അടുത്ത സഹായിയായിരുന്ന ഇസ്മായിൽ ഹനിയ 1997 അനിഷേധ്യ നേതാവായി വളർന്നു വന്നത്. 2001 രണ്ടാം ഇൻതിഫാദ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഹനിയ ഹമാസിൻ്റെ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. ഷെയ്ഖ് അഹമ്മദ് യാസീനും അബ്ദുൽ അസീസ് അൽ റന്തീസിക്കും ശേഷം ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയാകർഷിച്ച വ്യക്തിപ്രഭാവമായിരുന്നു ഇസ്മായിൽ ഹനിയ. 2003 ഹനിയയും യാസീനും ഇസ്രായേൽ വധശ്രമത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതിരാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ അഹമ്മദ് യാസീനെ പിന്നീടാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. 1 ദശാബ്ദത്തിലേറെയായി അധികാരത്തിലിരുന്ന ഫതഹ് പ്രസ്ഥാനത്തെ 2006 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയാണ് ഹമാസ് ഫലസ്തീനിൽ സ്ഥാനം ഊട്ടിയുറപ്പിച്ചത്. ആ തിളക്കമാർന്ന വിജയത്തിന് ചുക്കാൻ പിടിച്ച ഇസ്മായിൽ ഹനിയ ഇതോടെ ശ്രദ്ധേയനായ നേതാവായി. അദ്ദേഹത്തിൻ്റെ ജനപ്രീതി 10 മടങ്ങ് വർദ്ധിച്ചു. ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം കുറച്ചുകാലം സേവനമനുഷ്ഠിച്ചുവെങ്കിലും ഹമാസുമായി സഹകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം വിസമ്മതിച്ചതും മറ്റു പ്രതിസന്ധികളും 2007 ഐക്യ സർക്കാരിനെ ശിഥിലമാക്കുന്നതിലേക്ക് നയിച്ചു. 2007 ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. എങ്കിലും അദ്ദേഹം ഗാസ മുനമ്പിലെ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ നേതാവായി തുടർന്നു. ജെറുസലേമിനെ തലസ്ഥാനമാക്കി ഒരു ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുമെന്ന് ഹനിയ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഫലസ്തീനികളുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന പാശ്ചാത്യ സർക്കാരുകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഹമാസ് സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2017 ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ടു. സമീപ വർഷങ്ങളിൽ ഖത്തർ, തുർക്കി രാജ്യങ്ങളിൽ കഴിഞ്ഞ് ഹമാസിൻ്റെ ഇസ്രായേൽ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തെ സമർത്ഥമായി മുന്നോട്ട് നയിക്കുകയും ചെയ്തു.
ഈജിപ്ത്, ഖത്തർ, അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിൽ ചേർന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ പ്രതിനിധിയായിരുന്നു ഇസ്മായിൽ ഹനിയ. മക്കളായ ഹസീം ഹനിയ, ആമിർ ഹനിയ, മുഹമ്മദ് ഹനിയ എന്നിവരും പേരക്കുട്ടികളായ അമൽ, മോന, ഖാലിദ്, റസാൻ എന്നിവരും ഇസ്രായേൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായ പ്രതികരണം ലോകത്തെ അത്ഭുതപ്പെടുത്തിയെന്ന് നിസ്സംശയം പറയാം. എൻ്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തേക്കാൾ പ്രിയപ്പെട്ടതല്ല. മക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ വിവരമറിഞ്ഞപ്പോൾ ഒരിറ്റ് കണ്ണുനീർ പൊഴിക്കാതെയാണ് ഇസ്മായിൽ ഹനിയ അന്ന് പ്രതികരിച്ചത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനിടയിൽ വ്യക്തിപരമായ നഷ്ടങ്ങൾ ഒരിക്കലും തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇസ്മായിൽ ഹനിയ അന്ന് ചെയ്തത്. ഒരുപാട് ഇസ്രായേൽ വധശ്രമങ്ങളെ അതിജീവിച്ച ഇസ്മായിൽ ഹനിയയ്ക്ക് ഇറാനിൽ വെച്ചുണ്ടായ ആക്രമണത്തെ എതിരേൽക്കാൻ സാധിച്ചില്ല. ഇറാനിൽ ഹനിയ താമസിച്ച വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ഫലസ്തീനികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ത്യാഗോജ്വലമായ പോരാട്ടം നയിച്ച നേതാവിനെ തങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ ആ വിടവ് നികത്തപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. ഇസ്മായിൽ ഹനിയയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല.